കമ്പനി ഉടമ അടുത്തിടെ എന്റെ ശമ്പളം കുറച്ചു. അത് സംഭവിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്നെ കുറച്ച് അഭിഭാഷകർ വിളിച്ചു. അവിടെ നിർമ്മിച്ച റീറ്റെയിനിംഗ് ഭിത്തികൾ തെറ്റായ രീതിയിലാണ് ഉണ്ടാക്കിയത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്. ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളും എന്റെ കയ്യിലുണ്ട്. നിലവാരം പാലിക്കാതെ മതിയായ ആഴത്തിൽ ഭിത്തികൾ നിർമ്മിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും എന്റെ പക്കലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മുതലാളി എല്ലാ കാര്യത്തിലും കാശ് ലാഭിക്കാൻ നോക്കും. എഞ്ചിനീയറുടെ പ്ലാൻ അനുസരിച്ച് ഒന്നും നടന്നില്ല. അതുകൊണ്ട് എഞ്ചിനീയർമാർ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു പോയിരുന്നു. ഇപ്പോൾ എന്റെ പ്രതികാരം ഇതാണ്. ഈ ഡ്രോയിംഗുകൾ എല്ലാം ഭിത്തികളുടെ തകരാർ വിശദീകരിക്കുന്ന ഒരു പേരില്ലാത്ത കത്തും ഞാൻ ആ അഭിഭാഷകർക്ക് അയക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ പുതിയ ജോലി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമപരമായ കേസുകൾ എന്നെ ബാധിക്കാൻ പോകുന്നില്ല. എന്റെ ശമ്പളം കുറച്ച് കാശ് ലാഭിക്കാൻ നോക്കിയ മുതലാളിക്ക് ഈ നിയമപരമായ കാര്യങ്ങളിൽ ഒരുപാട് പണം ചെലവാകും. ആ കത്തുകളും റിപ്പോർട്ടുകളും ഇന്ന് തന്നെ ഞാൻ അയക്കും. റെഡിറ്റിലെ രസകരമായ കഥകൾ ഇനി മലയാളത്തിൽ. ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ എല്ലാ കഥകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.